ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് പ്രവർത്തനമുണ്ട്. ഞാൻ തൊട്ടിട്ടില്ല. ഇപ്പം തന്നെ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് പശുവിനെ തപ്പിടക്കാൻ പോവാണ്. എനിക്ക് ലെതറിൻ്റെ ആവശ്യമുണ്ട് ഈ ഒരു ഹാർനസ് ഉണ്ടാക്കാൻ. ഈ ഒരു ഓട്ടോമാറ്റിക് വുഡ് ഫാം ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഞാൻ ഈ ഒരു TNT ട്യൂബർ ഓൺ ആക്കി ഇട്ടിട്ട് കിടക്കാൻ പോയിന്ന് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇന്നലെ അതിൽ നിന്നൊക്കെയാണ് വുഡ് എടുത്തത്. ഞാൻ പറയാൻ വിട്ട് പറഞ്ഞതാണ്. ഇവിടെ നിന്ന് പശുവിനെ കാണുന്നില്ല. ഇത് പശുവാണ്. ഇത് പശുവാണ്. ലൂട്ടിങ് ഉള്ളതുകൊണ്ട് ഇച്ചിരി അധികം കിട്ടേണ്ടതാണ്. ഇല്ല, കിട്ടി 4 അറ്റം കിട്ടി. അല്ല 4 അല്ല, 1 2 അറ്റം ലെതർ കിട്ടി. ഇത് പശുവല്ല. ഇതാ പശു 2 പശു. പശു ഇവിടെ 6 ഉണ്ടായിരുന്നു. ഇപ്പോൾ 2 കിട്ടി, 8 യെസ്, ഗസ് ചെയ്തു 2 ആയിരിക്കുന്നു. ഒരുത്തിനും കൂടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. എവിടെയാ സൗണ്ട് കേൾക്കുന്നുണ്ട്? ഷീപ്പാണ്. ഇതാ നച്ചി. യെസ്, 2 കിട്ടി, 10 ഇനിയിപ്പോൾ കുറച്ചും കൂടി വേണം. 5 ഹാർനസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഹാർനസിന് 3 ലെതർ വേണം. അപ്പോൾ 5 ഹാർനസ് ഉണ്ടാക്കുന്നതിന് എത്ര ലെതർ വേണം നിങ്ങൾ പറയൂ, കമൻറ്റ് ബോക്സിൽ തരുമോ? തന്നില്ല. യെസ്, 16 അത് മതി. അങ്ങ് തിരിച്ചു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഹാർനസും കൂടി അങ്ങ് ഉണ്ടാക്കിയാൽ മതി വേഗം. ഒരെണ്ണം റെഡ് കളറിലുണ്ടാക്കാം, മഞ്ഞ കളർ, ഒരാൾ വെള്ള കളർ. ഇത് 3 ഉണ്ടായിരിക്കും. ഹാർനസിന് നോർമൽ ഗ്ലാസ് വേണം, സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒന്നും പറ്റൂല. ഞാൻ മാറ്റിയിട്ട് വേഗം നോർമൽ ഗ്ലാസ് എടുത്തിട്ട് വരാവേ. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മൊത്തം ഇങ്ങോട്ട് എടുത്ത് അവിടെ കൊണ്ട് വെച്ചേക്കാം. ഓക്കെ, ഞാൻ 5 ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് വൂളും എല്ലാം എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇതിന് ഓരോന്നും വെച്ചിട്ടുണ്ടാക്കാം. 3 വേണ്ടായിരുന്നല്ലേ? ഞാൻ വിചാരിച്ചു 3 വേണമെന്ന്. വൂള് പക്ഷെ എത്ര വേണ്ടായിരുന്നു. ഇനി ഓറഞ്ചിൻ്റെ കൂടെയാണ് ഉണ്ടാക്കാനുള്ളത്. ഓറഞ്ചിൻ്റെ കൂടെ ഉണ്ടാക്കി 1 2 3 4 5. ഓക്കെ, ബാക്കിയുള്ള എല്ലാം എടുത്ത് ഈ ചെസ്റ്റിലോട്ട് വെക്കാം. ഈ ചെസ്റ്റ് മറത്തെ ഈ ഗ്ലാസും സാരിൻ്റെ ഇവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ഇന്ന് ഇതാക്കുമ്പോൾ റെഡി ആയിക്കോളും. ഇവിടെ നിന്ന് ആരോ കരയുന്നുണ്ടല്ലോ. ഇവിടെ തന്നെ ആരോ ഉണ്ട്. എവിടെ നീ ബ്ലൂ, നീ ഓറഞ്ച്, വാ നീ, നിനക്ക് മഞ്ഞ, നിനക്ക് റെഡ്, ഇനി ലാസ്റ്റ് വൈറ്റ് കിട്ടിയ ഭക്ഷ്യവൻ എവിടെ? അയ്യോ, ഇതാ പറഞ്ഞു. ഓക്കെ, എല്ലാത്തിനും ഹാർനസ് ഒക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നവന്മാരൊന്ന് ഇങ്ങോട്ട് പറത്തി കൊണ്ടുവരാം. എനിക്ക് ഇവന്മാർ എങ്ങോട്ടെങ്കിലൊക്കെ പോകും. അങ്ങ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവന്മാർക്ക് പേരും കൂടി ഇട്ടാൽ മാത്രം മതി. ഞാൻ വേഗം പോയിട്ട് 5 നെയിം ടാഗ് വാങ്ങി പേരിട്ടിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നെയിം ടാഗ് വിൽക്കുന്ന വില്ലേജർ ആയിരുന്നു ആ മിൻറ്റിങ് വില്ലേജർ. കാരണം മിൻറ്റിങ് കുറേ വാങ്ങിയും പിന്നെ കുറച്ചും കൂടി ഞാൻ ലെവലാക്കി അവനെ ഒരു നെയിം ടാഗും കൂടി വിൽക്കുന്ന അത്ര മാക്സ് ലെവലാക്കിയായിരുന്നു. പക്ഷെ അവനെ ഇപ്പോൾ സോംബി കടിച്ച് വിട്ടിട്ട് സോംബി ആയിരിക്കണം. അവനെ ക്യൂർ ചെയ്യണം. എന്നാലേ നടക്കുള്ളൂ. ക്യൂർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ക്യൂർ ചെയ്യണമെന്നില്ല. നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യും. പേരിട്ടരട്ടെ, ഞാൻ പേരിട്ടരാം. കുറച്ച് നേരം വെയിറ്റ്. ബബിളിനും പേരുന്നില്ല. അവൻ ഓഫ് റോഡ് ട്രിപ്പിന് എന്നെ കൊടുക്കില്ല. ചോപ്പറിനെ നമ്മൾ മറന്നിട്ടുണ്ടെങ്കിൽ ചോപ്പറിൻ്റെ അടുത്ത് പോലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി എവിടെയാണ് ഫില്ലാക്കേണ്ടത് വെച്ചാൽ ഇവിടെ ചെസ്റ്റ് എയറിലാണ് നിൽക്കുന്നത്. അതൊന്ന് മാറ്റിയെടുക്കണം. എന്നെ ബ്ലോക്ക് വെച്ച് തരാം. ഞാൻ കുറച്ചും കൂടി ഹോപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ഇവിടെ ആക്കണം. അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ ഓരോ സാധനങ്ങളിന് ഇതാക്കണം. അതെന്താ ചെയ്യേണ്ടത്? അതായത് ഓരോ സാധനത്തിലോട്ട് ഓരോന്ന് കയറുന്നവല്ലാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എന്താ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കുറേ അയൺ എടുക്കണം. ഇതാ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഇരുമ്പ് വെട്ടി ഇവിടെ വെച്ചിട്ട് ഈ ഒരു 42 ബ്ലോക്ക് ഇത് മൊത്തം ഇങ്ങോട്ടാക്കിയിട്ട് ഈ ഒരു ആൻവില്ലെടുത്തോട്ട് വന്നിട്ട് ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിനെ എല്ലാത്തിനും ഞാൻ പുതിയൊരു പേരെടുക്കാൻ പോവാണ്. ഇതിനെ ഇരുമ്പ് അയണിൽ നിന്ന് ഇരുമ്പാക്കാൻ പോവാണ്. ഇരുമ്പ് ഒന്നാണ്, പക്ഷെ നമുക്ക് അയൺ കിട്ടുന്നുള്ള പേര് പാടില്ല. അതുകൊണ്ടാണ് ഇരുമ്പ്. ഓക്കെ, 2 സ്റ്റാക്ക് ഇരുമ്പുണ്ട് എൻ്റെ കയ്യിൽ. 1 സ്റ്റാക്ക് ഇരുമ്പും കൂടി ഉണ്ടാക്കിയേക്കാം. ഇരുമ്പ്. ഓക്കെ, ഇപ്പോൾ 3 സ്റ്റാക്ക് ഇരുമ്പുണ്ട് എൻ്റെ കയ്യിൽ. നമ്മൾ അയണിങ് കട്ടിനെ പേര് മാറ്റിയതുകൊണ്ട് ഇതിപ്പോൾ ഒരു അയണിങ് കട്ടല്ല. ഇതിപ്പോൾ ഇരുമ്പ് എന്നറിയപ്പെടുന്ന ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സാധനമാണ്. അതുകൊണ്ട് നമുക്ക് ക്രാഫ്റ്റിംഗ് ഇപ്പോൾ പോയാൽ ഇവിടെ കണ്ട ബ്ലോക്ക് ഓഫ് അയൺ കാണിക്കുമല്ലോ. ഞാൻ ഇത് മൊത്തം ഇങ്ങനെ വെച്ചാലും കാണിക്കുക. ഇങ്ങനെ വെച്ചാൽ കാണിക്കുമല്ലേ?
പക്ഷേ മറ്റേ ഇവിടെ വെച്ച് ഇതാക്കിയാൽ കാണിക്കില്ല, ആ സൈഡിൽ കാണിക്കില്ല. പക്ഷേ ഇതിപ്പോൾ ഇരുമ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം. ഫസ്റ്റത്തെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഈ ചെസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇവിടെ നിങ്ങനാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിലോട്ട് വരാൻ പോകുന്ന ചെസ്റ്റ് ഇതാണ് ഇത്. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ആദ്യം ഈ 40 വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്റ്റോണിൻ്റെ വെട്ടിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് സ്റ്റോൺ ആഡ് ചെയ്താൽ ആ സ്റ്റോണൊക്കെ നേരെ ഈ ചെസ്റ്റിലോട്ട് വരേണ്ടതാണ്. കണ്ടാ, ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ, വേറെ ഇപ്പുറത്തെ ചെസ്റ്റ് വയ്ക്കിയതാ ഇങ്ങോട്ടൊന്നും വരില്ല. ഓക്കെ, ഇതേപോലെ എല്ലാ ബ്ലോക്കിൻ്റെയും ചെയ്യണം. അപ്പോൾ ഇതേപോലെ ഏതൊക്കെ ബ്ലോക്കാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഏതൊക്കെ ബ്ലോക്കാണെന്ന് തിരഞ്ഞെടുക്കണം. പിന്നെ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വേറെ സംഭവങ്ങൾ ചെയ്യാം, ഫുഡിൻ്റെ ഒക്കെ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 64, അതായത് സ്റ്റാക്ക് 64 ഉള്ളത് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ എൻ്റർപേൾ, എഗ്ഗ് അതൊക്കെ 16 എണ്ണമാണല്ലോ, അതൊന്നും ഇതിൽ നടക്കൂല. ഓക്കെ, അടുത്ത നമ്മൾ ഡീപ്പ് സ്ലേറ്റ് ആക്കാൻ പോവാണ്. ഡീപ്പ് സ്ലേറ്റ്, നെതറാക്കുക, കാൽസൈറ്റ് വാ. ഇതിനകത്ത് കൂടുതൽ ഏതൊക്കെയാണ് ബ്ലോക്ക് ആണെന്ന് ഞാൻ അതാക്കാൻ പോവാണ്. ഓക്കെ, സ്റ്റോൺ എന്ന് പറഞ്ഞാൽ എന്തായാലും വേണം. പിന്നെ കോബിൾഡ് ഡീപ്പ് സ്ലേറ്റിന് വേണ്ട, അതിപ്പോൾ സെലക്ട് എല്ലാം ഉണ്ടെല്ലാം ഇതായിരിക്കുമല്ലോ, കുഴപ്പമില്ല. ഡയറൈറ്റ് ഉണ്ട് എൻ്റെ ഇതിലല്ലോ, ടഫിനൊന്നും വേണമെന്നില്ല. അപ്പോൾ ഇതും കൂടി എല്ലാം കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് വരാം, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനി രണ്ടാമത്തെ ഹോപ്പർ എടുക്കുക, ഇതിൽ 4 ഇരുമ്പ് വെച്ചെടുക്കുക. ഏത് ബ്ലോക്കാണോ അതായത് ഇപ്പോൾ കോബിൾ സ്റ്റോൺ വെച്ചെടുക്കുക. അതിൻ്റെ 41 വെക്കണം. അയ്യോ, ഇവിടെ വെച്ചിരുന്ന ഇരുമ്പന്തി പാടില്ല. ഇവിടെ ആയിരുന്നല്ലേ വെക്കണ്ട, സോറി, സ്ഥലം വെച്ചത് മാറിപ്പോയി. ഇവിടെ 4 ഇരുമ്പ് വെക്കുക, 41 ആക്കണം. യെസ്. ഇനിയിപ്പോൾ ഇവിടെ ഞാൻ കോബിൾ സ്റ്റോൺ ഇട്ടാൽ അത് നേരെ ഒന്നാമത്തെ ചെസ്റ്റ് വീഴാണ്ട് രണ്ടാമത്തെ ചെസ്റ്റ് തന്നെ കിടക്കും. യെസ്, ആ 41 അവിടെ നിന്ന് വരില്ല കേട്ടോ, അത് അവിടെ തന്നെ ലോക്കായി കിടക്കും. അതിൻ്റെ പിന്നെ സീക്രട്ട് എന്താണെന്ന് എന്നോട് ചോദിച്ചേക്കരുത്. മൂന്നാമത്തെ ചെസ്റ്റിൽ നമ്മൾ നെതറാക്ക് വേണ്ട, ഡീപ്പ് സ്ലേറ്റ് ആക്കാം. ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വർക്കാക്കി നോക്കാം. ഡീപ്പ് സ്ലേറ്റ് വരുന്നതാണ് മൂന്നാമത്തെ ചെസ്റ്റിൽ 3 വരുന്നുണ്ട്. ഇനി നെതറാക്കും കൂടി വെക്കുന്ന മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ഞാൻ സ്വന്തം ചെയ്തോളും. ഇവിടെ ഇങ്ങനെ ഇരുമ്പ് വെച്ച് കൊടുക്കുക, എന്നിട്ട് നെതറാക്ക് 41 വെച്ച് കൊടുക്കാം. ഇനി ഇത് വർക്കാവാനുള്ളതാണ്. ഞാൻ ഇതിലോട്ട് ഇത് വെച്ച് കൊടുത്താൽ നേരെ 4ാമത്തെ ചെസ്റ്റിലോട്ട് വരണം. യെസ്, അത് വർക്കാവുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് വേണ്ട ബ്ലോക്സിന് എല്ലാത്തിൻ്റെയും ഞാൻ ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. എന്താ ഈ ഒരു റോ മൊത്തം ചെസ്റ്റിൽ ബ്ലോക്കും, പിന്നെ ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും കുറച്ച് ഫുഡൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുഡാണ്, ബ്രെഡൊക്കെ. ഇത് ഇപ്പുറത്താണെങ്കിൽ ഇവിടെ അയൺ വെച്ചിട്ടുണ്ട്, അയൺ, ആപ്പിൾ, ഇതെന്നാ മരം. ഓക്കെ, ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊന്നും എനിക്ക് ഇപ്പോൾ ഐഡിയ കിട്ടുന്നില്ല. പിന്നെ ഞാനാണെങ്കിൽ ഈ ഒരു ഒറ്റ വീഡിയോ എടുക്കുന്നത് തന്നെ ഇപ്പം 3 ദിവസമായിട്ടായി. പിന്നെ പരീക്ഷ കൂടി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒറ്റ ദിവസത്തിൽ 2 ദിവസം കൊണ്ട് എനിക്ക് തീർക്കാമെന്നുള്ളൂ. അതിനകത്ത് ഏറ്റവും വലിയ പണി വരാൻ പോകുന്ന ഭാഗം എന്താ വെച്ചാൽ, ഞാൻ ഈ ഒരു സ്ഥലം ഞാൻ വലിയൊരു ബിൽഡായിട്ടാണല്ലോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെനിക്ക് കുറേ മരത്തിൻ്റെ ആവശ്യമുണ്ട്. മരത്തിന് എനിക്ക് ഓട്ടോമാറ്റിക് വുഡ് ഫാം ഉണ്ട്, നിങ്ങൾക്കറിയാം. പക്ഷേ അത് വർക്കാക്കിപ്പിക്കണമെങ്കിൽ എനിക്ക് ബോൺ മീലിൻ്റെ ആവശ്യമുണ്ട്. അതിനുള്ള ബോൺ മീലൊന്നും ആ ബോൺ മീൽ ഫാമിൽ നിന്ന് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നെതറിൽ പോന്നു, കട്ടയുള്ള ബോണെല്ലാം പൊട്ടിച്ചെടുക്കുന്നു. അതിവിടെ എത്തിയിട്ടുണ്ട്. 6 ഇവിടെ എടുക്കുന്നു. നീ ഇവിടെ വന്നു എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഉടല അവൻ പോട്ടെ പാഞ്ചൊക്കെ വിട്ടേക്കുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കൂടെ ഇങ്ങ് പൊട്ടിച്ച് പോവാ. താഴെ വീണ് ചത്ത്. മണ്ടത്തരിപ്പ്. കുഴപ്പമില്ല, പേടിക്കണ്ട. ഇവിടെയാണ് എൻ്റെ 1000 IQ പ്ലേ വരുന്നത്, നോക്കിക്കോളൂ. ഇവിടെ എൻ്റെ എൻ്റർ ചെസ്റ്റ് ഉണ്ട്, ഇതെടുക്കുക. ഇവിടെ ഇവിടെ വെക്കുക. ഈ ഒരു എലേറ്റർ എടുക്കുക, ഇടുക. തിരിച്ചിങ്ങോട്ടൊന്ന് വരിക, ഇതിലോട്ട് കയറുക. ഓക്കെ, മെല്ലെ ഇങ്ങനെ പറന്നിറങ്ങുമ്പോൾ പിഗ്ലിൻസ് കാണാണ്ടിരുന്നാൽ കൊള്ളാമായിരുന്നു. സമ്മതിക്കൂല. അയ്യോ, കൊല്ലല്ലേ. കുഴപ്പമില്ല. രക്ഷപ്പെട്ടു. ഇത് 2 ലേറ്റർ നല്ല ഇതാക്കിയായിരുന്നു, പറഞ്ഞ പോലെ എന്ത് എൻചാൻമെന്റ് ചെയ്തായിരുന്നു. ഇനി ഇങ്ങനത്തെ കട്ട എല്ലാം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക. ഞാൻ അപ്പം ഇങ്ങനെ കുറച്ചധികം കട്ടുകൾ കണ്ടുപിടിച്ച് പൊട്ടിച്ചെടുത്തിട്ട് വരാം. ഇത് വേണമെങ്കിൽ കുറേ മരം എടുക്കണം. ആ മരം വെച്ചിട്ട് വേണം ആ ഒരു പുതിയ സ്റ്റോറേജ് റൂമിൻ്റെ ബിൽഡ് ഉണ്ടാക്കാൻ. ഏകദേശം 2 സ്റ്റാക്കിന് അടുപ്പിച്ച് ഇവിടെ നിൽപ്പം 2 സ്റ്റാക്ക് അടുപ്പിച്ച് സാധനം കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതായത് ബോൺ ബ്ലോക്ക് കൊണ്ട് തിരിച്ചു നിന്ന് വീട്ടിലോട്ട് എത്തണം. ഇവിടെ ഞാനിവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്ന് കിടന്നുറങ്ങട്ടെ, രാത്രിയാണ്. ഇനി ഇതിനെ മൊത്തം ഞാൻ ബോൺ ബ്ലോക്ക് ആക്കാൻ പോവാണ്.
അല്ല ബോൺ ബ്ലോക്ക് അല്ല, ബോൺ മീല് കുറേ കിട്ടി. ഞാൻ വിചാരിച്ചതിന് അത്രയെക്കാട്ടിലും ഉണ്ട്. ഞാൻ ഇത് വേറെ ചെസ്സിലോട്ട് മാറ്റി വെച്ചോക്കട്ടെ. ഞാൻ മൊത്തം ബോൺ മീലും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ലിവർ ഒന്ന് ഫ്ലിക്ക് ചെയ്യണം. അയ്യോ എന്താ ഇതൊന്ന് തുറന്നിട്ട് ഈ ഒരു സ്റ്റാക്ക് ഇതെടുത്ത് എൻ്റെ കൈ ഓഫ് ഹാൻഡിലും പിടിച്ച് ഇതിവിടെയും പിടിക്കുക. എന്നിട്ട് ഇതാ ഇങ്ങോട്ടൊന്ന് കയറുക. എന്നിട്ട് ഇതിവിടെ മൊത്തം ഇതങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇത് ഓണാക്കി കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് F3+T അടിക്കുക. അത് അന്ന് ഓട്ടോ ക്ലിക്ക് ചെയ്യാൻ പറ്റാത്ത പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ലെഫ്റ്റും റൈറ്റ് ബട്ടണും കൂടി നെക്കി പിടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടാണ്. ഇപ്പം ഞാൻ റൈറ്റ് ക്ലിക്ക് മാത്രം നെക്കിക്കൊണ്ട് F3+T വയ്ക്കാൽ റൈറ്റ് ക്ലിക്ക് മാത്രം മറക്കാം. ഞാനപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ AFK നിൽക്കട്ടെ. ഇത്രയും സ്പ്രൂസ് ഇട്ടിട്ടുണ്ട്. ആ ഒരു സ്റ്റാക്ക് ബോൺ മീൽ ഞാൻ കണ്ടില്ല, ഞാൻ AFK വെച്ചിട്ട് പോയി ചെയ്തു. ഇപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞെത്തിയപ്പോഴാണ് ഇവിടെ ഒരു സ്റ്റാക്ക് ബോൺ മീലും കൂടി ഉണ്ടെന്ന് അറിഞ്ഞ്. കുഴപ്പമില്ല, ഇത് തന്നെ ധാരാളമാണ് എനിക്ക് ആ ഒരു ഇതുണ്ടാക്കാൻ, ആ ഒരു സ്റ്റോറേജ് റൂമിന് ബിൽഡ് ഉണ്ടാക്കാൻ. അത്യാവശ്യം ഗ്ലാസ്സസ് മെൽറ്റ് വന്നേക്കുവാണ്. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളോട് പറയുന്നില്ല ഞാൻ ബിൽഡ് ഉണ്ടാക്കാൻ പോകാനെന്ന്. നേരെ നിങ്ങൾ പോയിട്ട് ബിൽഡിൻ്റെ റിപ്ലൈ കൂടെ ഉണ്ടോ. അങ്ങനെ ഇത് അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ സാധനമാണിത്. എനിക്ക് തന്നെ കണ്ടിട്ട് എന്തോ വലിയതാണ്. ഇത്രയും വലിയ ഇവിടെ ഉണ്ടാക്കിയത് ബോറായോ? ഇല്ലല്ലോ, ബോറായില്ല. ഞാൻ കയറി കാണിച്ചു തരാം, നിങ്ങൾ തന്നെ പറ. ഇതാ ഇവിടെ നിന്ന് ഇച്ചിരി ഇങ്ങനെ ഇങ്ങോട്ട് സ്ഥലമാക്കാൻ പറ്റൂല, കാരണം അപ്പോൾ ടവറിൻ്റെ ഇതിലോട്ടായി. ഇപ്പോൾ ഇത് എങ്ങനെയാണ് ആക്കി വെച്ചേക്കുന്നത്. ഇവിടെ കയറാം. ഇതൊന്നും നോക്കണ്ട, നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇതാ ഇവരെ കൂടെ നമുക്ക് കാണാൻ പറ്റും ഉള്ളിലെന്താണെന്ന്. ഇതാ ഇപ്പുറത്ത് ഇതാ ഇങ്ങനെ സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇനി താഴെ വേണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഐറ്റം ഫ്രെയിം വെക്കുന്നതായിരിക്കും നല്ലത്. ഐറ്റം ഫ്രെയിം ഇങ്ങനെ വെക്കാം, ഏതാണ് ഏതിൻ്റെ ഇങ്ങനെ വെച്ച് പോകാം. അപ്പോൾ ഞാൻ ഫുൾ ആക്കിയിട്ടില്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഈ ഒരു സൈഡ് മൊത്തം ഫുള്ളുണ്ട്, 20 എണ്ണം. അതിനകത്തുള്ള എല്ലാം എക്സ്ട്രാ ആവണം. പിന്നെ ഏതൊക്കെ ബ്ലോക്കിന് ആഡ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ഇതാ ഇത്ര സ്പ്രൂസ് ഉണ്ട്, അത് ഞാൻ ഇവിടെയായിരുന്നു വെക്കേണ്ടത്. ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലേ പറഞ്ഞത്, അതിനൊരു പ്രശ്നമുണ്ട്. അത് പൊട്ടിച്ചോളാം. ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് മൊത്തം ഇതിലോട്ടങ്ങ് വെച്ച് കൊടുത്താൽ അത് നോർമൽ സ്പ്രൂസ്, സ്ട്രിപ്പഡൊന്നും പറ്റൂല. അത് നേരെ ഈ മൂന്നാമത്തെ ചെസ്റ്റ്, യെസ് ഇതാണ് നമ്മുടെ സ്പ്രൂസിൻ്റെ ചെസ്റ്റ്, ഇതിലോട്ട് വരേണ്ടതാണ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ എന്തായാലും ബിൽഡൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഒരേ ഒരു സംഭവമാണ് ചെയ്യാനുള്ളത്. ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ഇതാ ഈ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് അങ്ങ് പൊട്ടിച്ച് കളയാം. ഇനി അടുത്ത പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റേബിൾ ഉണ്ടാക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് നടക്കൂല, ഈ പരീക്ഷേൻ്റെ സമയത്തായതുകൊണ്ട്. അതുകൊണ്ട് സിമ്പിളായ ഒരു ഡേർട്ട് ഹൗസ് നല്ല സെറ്റാക്കി ഭംഗിയിൽ, ഡേർട്ട് ഹൗസാന്ന് തോന്നിക്കാത്ത ഒരു ഡേർട്ട് ഹൗസ് ഞാൻ സ്പ്രൂസും കൂടി ഇൻക്ലൂഡ് ചെയ്തുണ്ടാക്കാം അടുത്ത എപ്പിസോഡിൽ. രസമുണ്ടല്ലോ ഈ ഒരു ഏരിയ കാണാൻ. ഇപ്പോൾ ബിൽഡിങ്സ് ആയിട്ട് ഇതിൻ്റെ ബാക്കിലൊക്കെ ഇനിയും ബിൽഡിങ്സ് ഒക്കെ ആക്കി, ഇവിടെ ഒരു ഡ്രാഗൺ ഇങ്ങനെ ചിറകൊക്കെ വിരിച്ചിരിക്കുന്ന പോലെയൊക്കെ ഉണ്ടാക്കി ആ ഒരു ഡ്രാഗൺ സ്റ്റാച്ചു ഒക്കെ സെറ്റാക്കി കഴിയുമ്പോഴായിരിക്കും ഈ ഒരു ഏരിയ ഫുള്ള് സെറ്റാവുന്നത്. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ ബൈ ബൈ.